14ാം നിയമസഭയുടെ സ്പീക്കറായി പി ശ്രീരാമകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ശ്രീരാമകൃഷ്ണൻ 92 വോട്ടുകൾ നേടിയപ്പോൾ 46 വോട്ടുകൾ മാത്രമാണ് UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രന് ലഭിച്ചത്. PC ജോർജിന്റെ വോട്ട് അസാധുവായി. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ LDFന് 2 വോട്ടുകൾ അധികം ലഭിച്ചപ്പോൾ UDFൽ നിന്നും 1 വോട്ട് ചോർന്നു. കേരള നിയമസഭയുടെ 22ാമത് സ്പീക്കറായിട്ടാണ് പൊന്നാനി MLA പി ശ്രീരാമകൃഷ്ണൻ ചുമതലയേറ്റത്. 14ാം നിയമസഭയുടെ അധ്യക്ഷനെ പ്രോട്ടോം സ്പീക്കർ S ശർമ്മയുടെ മേൽനോട്ടത്തിൽ വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. പി ശ്രീരാമകൃഷ്ണന് 92 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രന് 46 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. PC ജോർജിന്റെ വോട്ട് അസാധുവാവുകയും ചെയ്തു. പ്രോട്ടോം സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തിയില്ല. BJP അംഗം O രാജഗോപാലിന്റെയും UDF ക്യാമ്പിലെ ഒരോട്ടും ചേർത്ത് LDFന് 2 വോട്ട് അധികം ലഭിച്ചപ്പോൾ UDFൽ നിന്ന് ഒരോട്ട് ചോർന്നു. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ചേർന്ന് ശ്രീരാമകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. നിയമസഭയെ സംവാദ സംസ്കാരത്തിന്റെ വേദിയാക്കുമെന്ന് ചുമതലയേറ്റ ശേഷം സ്പീക്കർ പറഞ്ഞു. സഭയെ സുഗമമാക്കാൻ വാച്ച് ആൻഡ് വാർഡിന്റെ കായികബലം ആവശ്യമില്ലെന്നും ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. നിയമസഭയെ സംവാദ സംസ്കാരത്തിന്റെ വേദിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുക. അല്ല, വാച്ച് ആൻഡ് വാർഡിൻ്റെ കായിക ബലം കൊണ്ട് നിയമസഭാ പ്രവർത്തനങ്ങളെ സുഗമമാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. സഭാപ്രവർത്തനത്തെ സമചിത്തതയോടെ കാണണമെന്നും എല്ലാ അംഗങ്ങളുടെയും അവകാശം സംരക്ഷിക്കാനും സ്പീക്കർക്ക് കഴിയട്ടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസിച്ചു. സഭ കാലങ്ങളായി നിലനിർത്തി പരിരക്ഷിച്ചു പോരുന്ന മൂല്യങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ധാർമ്മികതയിൽ അധിഷ്ഠിതമായ പുത്തൻ ജനാധിപത്യ മൂല്യങ്ങൾ കണ്ടെത്തി സഭാ നടപടികളെ നവീകരിക്കുന്നതിനും പുതിയ സ്പീക്കർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്പീക്കർ എല്ലാ സഭാംഗങ്ങളുടെയും അവകാശം സംരക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സഭാംഗങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് അങ്ങയിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തുടർന്ന് ഭരണപ്രതിപക്ഷത്തെ കക്ഷി നേതാക്കളും പുതിയ സ്പീക്കർക്ക് ആശംസകൾ നേർന്നു. അതിനുശേഷം സ്പീക്കറുടെ മുറിയിലെത്തി ശ്രീരാമകൃഷ്ണൻ ചുമതലയേറ്റു. തുടർന്ന് നിയമസഭയിലെ നേതാക്കളുടെ പ്രതിമയിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. ശേഷം മറ്റ് സാമാജികർക്കൊപ്പം ചായ സൽക്കാരത്തിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട പി ശ്രീരാമകൃഷ്ണന്റെ ജീവിതരേഖയിലേക്ക്. EK ഇമ്പിച്ചി ബാബയുടെയും പാലോളി മുഹമ്മദ് കുട്ടിയുടെയും പിന്മുറക്കാരനായി പൊന്നാനിയിൽ നിന്ന് 2ാം തവണയാണ് പി ശ്രീരാമകൃഷ്ണൻ നിയമസഭയിലെത്തുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്ന് 5 വർഷം മുൻപ് പൊന്നാനി മണ്ഡലത്തിലെത്തിയ പി ശ്രീരാമകൃഷ്ണൻ പൊന്നാനിക്കാരനായി മാറിയ MLA ആണ്. 15,640 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ ശ്രീരാമകൃഷ്ണൻ ജയിച്ചത്. 2011-ൽ 4,101 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും UDFിലെ PT അജയമോഹനെ തറപറ്റിച്ചാണ് നിയമസഭയിലെത്തിയത്. SFIയിലൂടെയാണ് പൊതുരംഗത്ത് സജീവമായത്. പട്ടിക്കാട് സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഒറ്റപ്പാലം NSS കോളേജിൽ നിന്ന് മലയാളത്തിൽ ബിരുദം. BEഡിനു ശേഷം മേലാറ്റൂർ RM ഹൈസ്കൂളിൽ അധ്യാപകനായി. പാർട്ടി നിർദ്ദേശപ്രകാരം അവധിയെടുത്ത് 1.5 പതിറ്റാണ്ടായി മുഴുവൻ സമയ പ്രവർത്തകൻ. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം. SFI പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാൻ, സിൻഡിക്കേറ്റ് അംഗം, DYFI മലപ്പുറം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, ദേശീയ പ്രസിഡന്റ്, യൂത്ത് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ, പെരിന്തൽമണ്ണ EMS ആശുപത്രി ഡയറക്ടർ, യുവധാര മാസിക മാനേജിംഗ് എഡിറ്റർ എന്നീ ചുമതലകൾ വഹിച്ചു. വേൾഡ് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് യൂത്തിന്റെ ഏഷ്യൻ പസഫിക് മേഖലാ കൺവീനറായും പ്രവർത്തിച്ചു. ചൈന, റഷ്യ, ക്യൂബ, വെനസ്വേല, USA, UAE, നോർത്ത് കൊറിയ, ലാവോസ്, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു. 2004 നടന്ന സ്വാശ്രയ കോളേജ് സമരത്തിൽ ഭീകരമായി ലാത്തിചാർജിനിരയായി 16 ദിവസം ജയിൽവാസം അനുഭവിച്ചു. വെട്ടത്തൂർ AUP സ്കൂൾ അധ്യാപിക ദിവ്യയാണ് ഭാര്യ. നിരഞ്ജന, പ്രിയരഞ്ജൻ എന്നിവർ മക്കൾ. ന്യൂസ് ഡെസ്ക്. സ്പീക്കർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് UDFന് സമ്മാനിച്ചത് ആശങ്കയും അമ്പരപ്പും മാത്രം. 47 അംഗങ്ങളുള്ള UDFന് 1 വോട്ട് കുറഞ്ഞത് വിശദീകരിക്കാനാവാതെ കുഴങ്ങുകയാണ് UDF ക്യാമ്പ്. ശ്രീരാമകൃഷ്ണന് O രാജഗോപാൽ വോട്ട് ചെയ്തത് BJP അണികളെ ഞെട്ടിച്ചു. ആർക്കും വോട്ട് ചെയ്യാതെ PC ജോർജ് സ്വന്തം വോട്ട് അസാധുവാക്കി. വോട്ടെടുപ്പിന് മുന്നോടിയായി പ്രോടൈം സ്പീക്കർ S ശർമ്മ വോട്ട് ചെയ്യേണ്ട രീതിയെപ്പറ്റി അംഗങ്ങളോട് വിശദീകരിച്ചു. ആർക്കാണോ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ടിക്ക് ചെയ്യുകയോ മറ്റു രൂപത്തിലോ മാർക്ക് ചെയ്യാൻ പാടില്ല. ഗുണന ചിഹ്നം
8 വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. 47 അംഗങ്ങളുള്ള UDF വോട്ടെണ്ണിയപ്പോൾ 46 അംഗങ്ങളുടെ പിന്തുണയായി ചുരുങ്ങി. സ്വന്തം പോസ്റ്റിലേക്ക് ഗോളടിച്ചു കയറ്റിയ ആ MLA ആരെന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി ഇങ്ങനെ: അത് ഒരു വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നി വോട്ടിങ്ങിൻ്റെ അകത്ത് വന്നിട്ടുള്ള ചില ഇപ്പം പരിചയക്കുറവ് കൊണ്ടൊക്കെ സംഭവിച്ചിട്ടുള്ളതാകാം എന്നുള്ളതാണ്. വേറെ മനഃപൂർവ്വം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇടത് വലത് മുന്നണികളെ തോൽപ്പിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയ ഒ രാജഗോപാൽ തൻ്റെ കന്നി വോട്ട് LDF ചെയ്തതിനെ പറ്റി ഇങ്ങനെ വിശദീകരിച്ചു. ഇത് LDF അനുകൂലമല്ലല്ലോ. LDF അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടില്ല. ശ്രീരാമകൃഷ്ണൻ എന്നുള്ള വ്യക്തി അദ്ദേഹം സ്പീക്കറായിട്ട് അദ്ദേഹം വേണമെന്നല്ലേ ഇഷ്യൂ ഉള്ളൂ. ആ ഇഷ്യൂവിൽ അദ്ദേഹം ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഗിവൺ സിറ്റുവേഷനിൽ അദ്ദേഹമാണ് ഐഡിയലായിട്ടുള്ള സ്ഥാനാർത്ഥി. പ്രവർത്തകന്മാർക്കറിയാം രാജേട്ടൻ പാർട്ടിയുടെയും ഒക്കെ രാജ്യ താല്പര്യവും ഒക്കെ പരിഗണിച്ചിട്ടേ പ്രവർത്തിക്കുമെന്ന് പ്രവർത്തകന്മാർക്കറിയാം. ബാലറ്റ് പേപ്പർ വാങ്ങി ആർക്കും വോട്ട് ചെയ്യാതെ മടക്കി പെട്ടിയിലിട്ട PC ജോർജിന്റെ വോട്ട് അസാധുവായി. ഇതിനർത്ഥം 2 കാര്യങ്ങളുണ്ട്. UDF തകർച്ച തുടങ്ങി. ഒന്ന്, BJP ആയിട്ട് രഹസ്യധാരണയില്ലാതെ ഒ രാജഗോപാൽ കയറി LDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യും. ബാലറ്റ് പേപ്പറിൽ നമ്പർ ഇല്ലാത്തതിനാൽ സ്വന്തം മുന്നണിയെ ചതിച്ച ആ MLA ആരെന്നറിയണമെങ്കിൽ ഇനി ഏറെ സങ്കീർണതകളുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് BJPക്കും UDF മൊത്തത്തിൽ നഷ്ടക്കച്ചവടമായി ഭവിച്ചിരിക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ സ്വന്തം അണികളോട് വിശദീകരിക്കാൻ ഇരു പാർട്ടികൾക്കും ഏറെ പണിപ്പെടേണ്ടതായി വരും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. 2014-15 വർഷങ്ങളിലെ സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കൈരളി പീപ്പിൾ TVക്ക് പുരസ്കാര പെരുമഴ. 16 അവാർഡുകളാണ് കൈരളി പീപ്പിൾ നേടിയത്. മികച്ച പരിപാടിയായി കൈരളി TV MD ജോൺ ബ്രിട്ടാസിന്റെ JB ജംഗ്ഷൻ തെരഞ്ഞെടുത്തു. EM അഷ്റഫ്, NP ചന്ദ്രശേഖരൻ, ബിജു മുത്തത്തി എന്നിവരും അവാർഡിന് അർഹരായി. 2014-ലെയും 2015-ലെയും സംസ്ഥാന ടെലിവിഷൻ അവാർഡുകളാണ് തിരുവനന്തപുരത്ത് മന്ത്രി AK ബാലൻ പ്രഖ്യാപിച്ചത്. ആകെ 15 അവാർഡുകളാണ് കൈരളി പീപ്പിൾ TV കരസ്ഥമാക്കിയത്. മികച്ച ടെലിവിഷൻ ഷോയായി കൈരളി TV MD ജോൺ ബ്രിട്ടാസിന്റെ JB ജംഗ്ഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കൺമണിയുടെയും വാവ സുരേഷിന്റെയും എപ്പിസോഡുകളാണ് അവാർഡിന് അർഹമാക്കിയത്. മികച്ച വാർത്താവതാരകനായി ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തു. മികച്ച ടെലിഫിലുമായി കൈരളി പീപ്പിൾ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫിന്റെ ബോംബിഴൂർ മയ്യഴി അവാർഡിന് അർഹമായി. ബോംബിഴൂർ മയ്യഴിയിലൂടെ EM അഷ്റഫ് മികച്ച സംവിധായകനുമായി. മികച്ച ഡോക്യുമെന്ററിയായി ബിജു മുത്തത്തിയുടെ കേരള എക്സ്പ്രസ് തെരഞ്ഞെടുക്കപ്പെട്ടു. അമ്മക്കിളി എന്ന എപ്പിസോഡിനാണ് പുരസ്കാരം. കേരള എക്സ്പ്രസിന്റെ അവതരണത്തിന് ബിജു മുത്തത്തി പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായി. മികച്ച വിവരണത്തിന് പ്രവീൺ ഇറവങ്കര അവാർഡിന് അർഹനായി. ആറ്റുകാൽ പൊങ്കാലയുടെ തത്സമയ വിവരണത്തിനാണ് പുരസ്കാരം. കഥേതര വിഭാഗത്തിൽ മികച്ച അവതാരികയായി ഭാഗ്യലക്ഷ്മിയെ തെരഞ്ഞെടുത്തു. സെൽഫി എന്ന ടോക്ക് ഷോയാണ് അവാർഡിന് അർഹമാക്കിയത്. കഥാവിഭാഗത്തിൽ കുട്ടികളുടെ മികച്ച ഷോർട്ട് ഫിലിമായി കോട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടൻ ഉന്മാദം ടെലിഫിലിമിലെ അഭിനയത്തിന് മുരുകൻ അർഹനായി. കോട്ടിയിലെ അഭിനയത്തിലൂടെ അക്ഷയ്, നിതീഷ് എന്നിവർ മികച്ച ബാലതാരങ്ങളായി. ഉന്മാദം ടെലിഫിലിമിലൂടെ ശ്യാമള നടിക്കുള്ള പ്രത്യേക ജൂറി പരാമർശം നേടി. സഖ്യപുത്രി ദുഃഖപുത്രി എന്ന ഡോക്യുമെന്ററിയും പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രയത്നമാണ് ഡോക്യുമെന്ററി. 2015-ലെ മികച്ച ബാലതാരമായി ആരോമൽ തെരഞ്ഞെടുക്കപ്പെട്ടു. കുഞ്ഞേടത്തിയിലെ അഭിനയത്തിനാണ് അവാർഡ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തീരുമാനിച്ച അവാർഡുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാറ്റിവെക്കുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. JB ജംഗ്ഷനെ 2014-ലെ മികച്ച ടെലിവിഷൻ ഷോയ്ക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരത്തിന് അർഹമാക്കിയത് പാമ്പുകളുടെ തോഴൻ വാവ സുരേഷിനെക്കുറിച്ചും വൈകല്യങ്ങളെ മറികടന്ന് കലയുടെ ഔന്നത്യത്തിലെത്തിയ കൺമണിയെക്കുറിച്ചുമുള്ള എപ്പിസോഡുകളാണ്. പ്രശസ്ത മാധ്യമപ്രവർത്തകനും കൈരളി TV മാനേജിംഗ് എഡിറ്ററും ആയ ജോൺ ബ്രിട്ടാസ് ആണ് JB ജംഗ്ഷന്റെ അവതാരകൻ. വാവ സുരേഷിനൊപ്പമുള്ള JB ജംഗ്ഷൻ ഒരു ഒഴുക്കായിരുന്നു. എവിടെയും തടഞ്ഞു നിൽക്കാത്ത ഒഴുക്ക്. മനുഷ്യൻ, പ്രകൃതി സ്നേഹി, സർവോപരി പാമ്പുകളുടെ ഉറ്റത്തോടൻ. അവന് ഒരു പേടിയില്ല കേട്ടാ. കണ്ട ഇനി ആരാണ് പെൺപിള്ളേർ വരട്ടെ നോക്കട്ടെ. വാ, കണ്ട പുറകിൽ കൂടി നേരെ പുറകിൽ നിന്നുള്ള കടി അപ്പുറത്തേ വരുള്ളൂ, പേടിക്കണ്ട. വാവ ചിരിച്ചപ്പോൾ നമ്മൾ ഒപ്പം ചിരിച്ചു. വാവ കരഞ്ഞപ്പോൾ നമ്മളും. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഞാൻ ഒരുപാട് പട്ടിണി അറിഞ്ഞു.
സുരേഷ് സാരമില്ല സാറേ, വിട്ടുകളാം. എന്ത് പറ്റി വാട്ട് ഹാപ്പൻ? ശരി ശരിയായി. എന്ത് പറ്റി? വലിയ മൂർഖം പാമ്പുകളെ രാജവെമ്പാലയുടെ ഒക്കെ കളിക്കുന്ന സുരേഷ് എത്ര ആർദ്രമായ മനസ്സിന്റെ ഉടമയാണ്. ഒരുപക്ഷെ പ്രേക്ഷകർ മനസ്സിലാക്കണം. വാവയ്ക്കുള്ള അംഗീകാരം കൂടിയാണ് JB ജംഗ്ഷനുള്ള സംസ്ഥാന സർക്കാർ ബഹുമതി. പ്രശസ്ത മാധ്യമപ്രവർത്തകനും കൈരളി TV മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസ് അവതാരകനായ JB ജംഗ്ഷൻ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് കൈരളിയിലും രാത്രി 10-ന് പീപ്പിളിലും സംപ്രേഷണം തുടരുന്നു. നിരവധി ജീവിത കഥകൾ പറഞ്ഞ് ന്യൂസ് ഡെസ്ക്. നോവലിസ്റ്റ് M. മുകുന്ദൻ തന്റെ കഥാപാത്രങ്ങളെ നേരിൽ കാണുന്ന അസാധാരണ സന്ദർഭങ്ങളാണ് അകം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ EM ഹാഷിം നിർമ്മിച്ച് EM അഷ്റഫ് സംവിധാനം ചെയ്ത ബോംജൂർ മയ്യഴി എന്ന ടെലിഫിലിമിന്റെ പ്രത്യേകത. മയ്യഴിയിൽ പൂർണ്ണമായും ചിത്രീകരിച്ച ബോംജൂർ മയ്യഴി നോവലിസ്റ്റും കഥാപാത്രങ്ങളും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ കാഴ്ചാ കൗതുകം നൽകുന്നു. നോവലിസ്റ്റ് M. മുകുന്ദനായി തന്നെ അഭിനയിക്കുന്ന ടെലിഫിലിമിൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ് മറ്റു നടന്മാർ. മയ്യഴിയുടെ തീരങ്ങളിൽ ദൈവത്തിന്റെ വികൃതികൾ, രാധമാത്രം, കുട നന്നാക്കുന്ന ചോയി തുടങ്ങിയ സാഹിത്യകൃതികളിലെ കഥാപാത്രങ്ങളാണ് മുകുന്ദനെ തേടി എത്തുന്നത്. ആത്മാക്കൾ തുമ്പികളായി പറക്കുന്ന വെള്ളിയാങ്കല്ലും ടെലിഫിലിമിൽ വിസ്മയം സൃഷ്ടിക്കുന്നു. ഹെലികാമിൽ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ മയ്യഴിയുടെ സൗന്ദര്യം ഒപ്പിയെടുത്തിട്ടുണ്ട്. സൈനവരുടെ ഹമ്മിങ് ടെലിഫിലിമിനെ സംഗീത സാന്ദ്രമാക്കി. ജിഷയുടെ അമ്മ രാജേശ്വരി തന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടില്ലെന്ന PP തങ്കച്ചന്റെ വാദം പച്ചക്കള്ളമെന്ന് ജിഷയുടെ പിതാവ് പാപ്പു. വർഷങ്ങൾക്ക് മുൻപ് രാജേശ്വരി തങ്കച്ചന്റെ വീട്ടിൽ മാസങ്ങളോളം ജോലി ചെയ്തിരുന്നതായി പാപ്പു പറഞ്ഞു. തനിക്ക് 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ സുഹൃത്തായ ജോളി എന്നയാൾ കഴിഞ്ഞ ദിവസം തന്നെ സമീപിച്ചതായും പാപ്പു വെളിപ്പെടുത്തി. ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്ത് വന്ന PP തങ്കച്ചൻ ജിഷയുടെ മാതാവ് രാജേശ്വരി തന്റെ വീട്ടിൽ ഒരു ദിവസം പോലും ജോലി ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഈ വാദം പച്ചക്കള്ളമാണെന്ന് ജിഷയുടെ പിതാവ് പാപ്പു പറഞ്ഞു. തങ്കച്ചന്റെ വീട്ടിൽ രാജേശ്വരി മാസങ്ങളോളം ജോലി ചെയ്തിരുന്നതായി പാപ്പു വ്യക്തമാക്കി. പച്ചക്കള്ളമാണ്, വേറെ ഒന്നുമല്ല. TV-യിൽ ഞാൻ കണ്ടതാ. TV-യിൽ പുള്ളിക്കാരൻ ഈ രാജേശ്വരി എൻ്റെ വീട്ടിൽ പണിക്ക് വന്നിട്ടില്ല, രാജേശ്വരി അറിയില്ല എന്ന് ഞാൻ ഐസൊലേഷൻ വാർഡിൽ കിടന്നുകൊണ്ട് TV-യിൽ ഞാൻ കണ്ടതാ. അപ്പോൾ അത് പച്ചക്കള്ളാണെന്ന് ഉറപ്പ് തന്നെയാണ്. ആൾ ഇഷ്ടം പോലെ പണിക്ക് പോയിട്ടുണ്ട്, പല ദിവസങ്ങളായിട്ട് പോയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് തന്നെയാണ്. അത് പല ദിവസങ്ങളും പല മാസങ്ങളിലും ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. അതിന് ഉറപ്പിച്ച് ഞാൻ എപ്പോഴും പറയാൻ തയ്യാറാണ്. പിന്നെ എന്തിനായിരിക്കും തങ്കച്ചൻ തങ്കച്ചൻ നുണ പറയാൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ തങ്കച്ചൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ തങ്കച്ചൻ അങ്ങനെ പറഞ്ഞാൽ ഇല്ലല്ലോ. രാജേശ്വരിക്ക് UDF നേതാക്കൾ 15 ലക്ഷം രൂപ നൽകിയതിൽ ദുരൂഹതയുണ്ട്. 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് തങ്കച്ചനുമായി അടുപ്പമുള്ള ജോളി എന്നയാൾ തന്നെ സമീപിച്ചിരുന്നതായും പാപ്പു വെളിപ്പെടുത്തി. പുള്ളി പറഞ്ഞെങ്ങനെയാണ്, നീ സമാധാനപ്പെടുന്ന ഒരു 10 ലക്ഷം രൂപ ഞാൻ മേടിച്ചു തരാം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 10 ലക്ഷം രൂപ നിനക്ക് മേടിച്ചു തരാം. വ്യക്തിയെ പറഞ്ഞില്ല അവൻ. 10 ലക്ഷം രൂപ ഞാൻ മേടിച്ചു തരാം. അതിപ്പോൾ ഈ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ, നമുക്ക് വേറെ വേണ്ടല്ലോ, ഊഹിക്കാവുന്ന കാര്യമുള്ളൂ, ആരോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ജോമോൻ പുത്തുമ്പുരയ്ക്കലിനെതിരെ പരാതി നൽകിയത് തങ്കച്ചനുമായി ബന്ധമുള്ള പഞ്ചായത്ത് അംഗം സുനിലിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് കഴിഞ്ഞ ദിവസം പാപ്പു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ തനിക്ക് ഭീഷണിയുണ്ടെന്നും താൻ ഭയന്നാണ് കഴിയുന്നതെന്നും പാപ്പു പറഞ്ഞു. സാലി മുഹമ്മദ്, കൊച്ചി. DLF-നെ പിന്തുണച്ച് കേന്ദ്ര സർക്കാർ. ചിലവന്നൂർ കായലിന് സമീപം DLF-ന്റെ ഫ്ളാറ്റ് നിർമ്മാണം നിയമം ലംഘിച്ചല്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. DLF ഫ്ളാറ്റ് നിർമ്മിച്ചത് തീരദേശ പരിപാലന പരിധിക്കുള്ളിൽ നിന്നാണെന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. DLF-ന്റെ ചിലവന്നൂർ കായൽ കയ്യേറ്റം സംബന്ധിച്ച ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ കക്ഷി ചേർത്തിരുന്നു. കെട്ടിടങ്ങൾ പണിയുമ്പോൾ പരിഗണിക്കപ്പെടേണ്ട സാങ്കല്പിക രേഖ തൊട്ടടുത്ത സ്ഥലങ്ങൾക്ക് മാത്രമാണോ ബാധകമാവുക എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനായാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ കക്ഷി ചേർത്തത്. എന്നാൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ പറയാതെ DLF-ന് അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. കൊച്ചി ചിലവന്നൂർ കായലിന് സമീപം DLF ഫ്ളാറ്റ് നിർമ്മിച്ചതിൽ നിയമലംഘനം നടന്നിട്ടില്ല. തീരദേശ പരിപാലന നിയമം പാലിച്ചാണ് DLF-ന്റെ ഫ്ളാറ്റ് നിർമ്മാണമെന്നും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. സത്യവാങ്മൂലം ഡിവിഷൻ ബെഞ്ച് അടുത്തയാഴ്ച വിശദമായി പരിശോധിക്കും. DLF തീരദേശ പരിപാലന നിയമം ലംഘിച്ചിട്ടുണ്ടെന്ന് കണ്ട് ചിലവന്നൂർ കായലിന് സമീപമുള്ള കെട്ടിടം പൊളിച്ചു നീക്കാൻ നേരത്തെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്ന് DLF ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സ്റ്റേ ഉത്തരവ് സമ്പാദിക്കുകയായിരുന്നു. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് DLF-ന് ഉന്നതരുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ചെലവന്നൂരിലെ കായൽ കയ്യേറ്റം വിവാദമായിരുന്നു.
കേന്ദ്രത്തിലെ ഭരണമാറ്റത്തിന് ശേഷവും DLFന്റെ കയ്യേറ്റത്തോടുള്ള സമീപനത്തിന് മാറ്റമില്ല എന്നതാണ് പുതിയ സത്യവാങ്മൂലം തെളിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.